ലാഡറും കൊണ്ട് വെയിലത്ത് വരുന്ന നമ്മുടെ വിഷ്ണുശാന്തി അല്ലേ? പക്ഷെ അല്ല കേട്ടോ, ഇപ്പം നമ്മുടെ വീട്ടിലെ ഇലക്ട്രീഷ്യനാണ്. വേണ്ടി വന്ന കറണ്ടിൻ്റെ പണിയൊക്കെ നമ്മുടെ അച്ചായിക്ക് അറിയാവുന്നേ. ഈ ചൂട് സമയത്ത് ഫാനിൻ്റെ കപ്പാസിറ്റർ അടിച്ചു പോയാൽ പറയണോ, അല്ലേ തന്നെ വീടിനകത്ത് ഇരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ തൊട്ടപ്പുറത്തെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ വീട്ടിൽ പോയി അച്ചായി ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി ലാഡർ എടുത്തുകൊണ്ട് വരുന്നതാണ് നിങ്ങൾ ആദ്യമേ കണ്ടത് കേട്ടോ. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെയാണ് നമ്മളെ വീട്ടിലെ ഫാൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ പണികളൊക്കെ അച്ചായി ചെയ്യാറ്. അപ്പോൾ എന്താ പറയുക, രാത്രി ഒരു ഏകദേശം 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നേ ഫാൻ കറങ്ങുന്നില്ല. അന്നേരം ചൂടാണെങ്കിൽ പറയണോ, അമ്മാതിരി ചൂടാണ്. അപ്പോൾ അതാണ്ട് അമ്മയാണെങ്കിൽ കുറച്ച് അച്ചപ്പമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതാണ്ട് അച്ചപ്പമൊക്കെ ഇരുന്ന് നിന്നിട്ട് അതിൻ്റെ കവറൊക്കെ മടക്കി നമ്മുടെ പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഇടി വെച്ച് നീ വീഡിയോ എടുക്കാതെ ഇങ്ങോട്ട് വന്ന് എനിക്ക് വേണ്ട സാധനങ്ങളും കൂടെ ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ആ പഴയ കപ്പാസിറ്ററൊക്കെ മാറ്റിയതാണ്ട് അതാണ് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുതിയത് മേടിച്ചത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ചൂടിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പറയണ്ട എൻ്റെ പൊന്നെ, അല്ലാതെ തന്നെ ഭയങ്കര ചൂടാണ്. ഫാനോടില്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ എന്താണ്ടേ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, അങ്ങോട്ട് വേടിയിരെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എൻ്റെ അച്ചായിക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ചുമ്മാതെ തറയിലൊരു മുട്ടുസൂചി വീണാൽ അതിനെ ഒന്ന് പൊക്കിയെടുത്താൽ പോലും നല്ല എന്താ പറയുക, ഷവറിൽ നിന്നൊക്കെ വെള്ളം വരുന്ന കണക്കാണ് ദേഹത്തു നിന്ന് വിയർപ്പൊലിക്കുന്നത്. അമ്മാതിരി വിയർക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ തൻ്റെ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഫാനിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വിയർപ്പ് കണങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഒലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ കണ്ട് ഞാൻ നമ്മളെ ഒരു മേളി ഇതൊക്കെ ഇടുന്ന ഷോട്ട് എടുക്കാൻ വേണ്ടി അച്ഛൻ ലാഡറിൻ്റെ പുറത്ത് കയറിയെങ്കിൽ ഞാൻ കട്ടിലിൻ്റെ പുറത്ത് കയറി നിന്നാണ് ഈ ഒരു ഷോട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ കണ്ട് നല്ല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാനകത്തൊക്കെ നമ്മൾ എത്ര തൂത്താലും തുടച്ചാലും ഒക്കെ എപ്പോഴും പൊടി കാണുമല്ലോ. പിന്നെ അവിടുന്ന് പുതിയ വീട്ടിൽ നിന്ന്, അതായത് പണി നടക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലാഡർ ആയതുകൊണ്ട് അത്യാവശ്യം പൊടിയും അതിനകത്ത് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ലാഡർ വലിയ ദൂരത്തൊന്നും കൊണ്ടുകൊണ്ട് തൊട്ടപ്പുറത്താണ് കൊടുക്കാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചു. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ പണി എങ്ങനെ ഉണ്ടെന്ന്. നോക്കട്ടെ. കണ്ടോ, അടിപൊളിയായിട്ടാണ് നമ്മുടെ ഫാൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റാ.